ATM കാർഡിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇന്നത് ഉപയോഗിക്കാത്തവർ വളരെ കുറവാണ്. എന്നാൽ ATM കാർഡ് പണം പിൻവലിക്കാൻ മാത്രം ഉള്ളതാണെന്ന തെറ്റിദ്ധാരണ ചിലർക്കുണ്ട്. ഒരു ബാങ്ക് ATM ഉപയോഗിച്ച് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു റിപ്പോർട്ട് കാണാം. ATMിൽ നിന്ന് പണം പിൻവലിക്കുക എന്നുള്ളത് അതിന്റെ പ്രാഥമിക ഉപയോഗത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ അതിന്റെ 4 അക്ക പിൻ നമ്പർ ഓർത്തുവെക്കണം. അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് പരിശോധിക്കാൻ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം. ഇതിനായി ബാങ്കിൽ പോകേണ്ട കാര്യമില്ല. കൂടാതെ കഴിഞ്ഞ 10 ദിവസത്തെ ഇടപാടുകൾ ഏതൊക്കെയെന്ന് അറിയാനും സാധിക്കും. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പണം കൈമാറാം. ഇങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഓരോ ബാങ്കിനും അതിൻ്റെതായ പരിമിതികളുണ്ട്. ATM വഴി ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക അടയ്ക്കാൻ കഴിയും. ഇതിനായി നിങ്ങളുടെ കാർഡും പിൻ നമ്പറും ആവശ്യമാണ്. ATM കാർഡ് ഉപയോഗിച്ച് ഒരു ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റേത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്കും പണം കൈമാറാം. കൂടാതെ ഒരു ATM കാർഡിലേക്ക് 16 അക്കൗണ്ടുകൾ വരെ ലിങ്ക് ചെയ്യാം. ATM ഉപയോഗിച്ച് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കാം. LIC, HDFC ലൈഫ്, SBI ലൈഫ് എന്നിവയ്ക്ക് പല ബാങ്കുകളുമായി ബന്ധമുണ്ട്. ബാങ്കുകൾ നൽകുന്ന ഈ സൗകര്യത്തിലൂടെ നിങ്ങൾക്ക് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ അടയ്ക്കാം. ഇതിനായി ഇൻഷുറൻസ് പോളിസി നമ്പർ, ATM കാർഡ്, പിൻ എന്നിവ ആവശ്യമാണ്. ചെക്ക് ബുക്കിലെ ലീഫുകൾ തീർന്നെങ്കിൽ വിഷമിക്കേണ്ട. ഒരു ATM സന്ദർശിച്ച് ഒരു പുതിയ ചെക്ക് ബുക്കിനായി അപേക്ഷിക്കാം. ഇത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത വിലാസത്തിലേക്ക് ബാങ്ക് അയക്കും. വിലാസം മാറിയിട്ടുണ്ടെങ്കിൽ ATMിൽ ചെക്ക് ബുക്ക് അഭ്യർത്ഥിക്കുമ്പോൾ പുതിയ വിലാസം നൽകുക. അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെ ബാങ്കുകൾ ഇപ്പോൾ മൊബൈൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് സജീവമാക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് സജീവമാക്കാൻ ATM സന്ദർശിച്ചാൽ മതി. ATM വഴി നിങ്ങളുടെ ATM പിൻ മാറ്റാൻ കഴിയും. ഇതിനായി ബാങ്കിൽ നേരിട്ടെത്തേണ്ട ആവശ്യമില്ല.